സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ എന്ന അപകടം തൊട്ടടുത്തുണ്ടെങ്കിലും കൺമണിയും കൃഷും ആഹ്ലാദ തിമിർപ്പിലാണ്. എന്താന്ന് വെച്ചാൽ തങ്ങൾ കാത്തിരുന്ന സമാഗമം അടുത്തെത്താറായി എന്നുള്ള സന്തോഷത്തിലാണ് അവർ. സുജാത ആദ്യം അകന്നു നിന്നെങ്കിലും ഇപ്പോൾ കൺമണിയെ അംഗീകരിച്ചതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും സന്തോഷവും ഇരുവർക്കും ഇടയിലുണ്ട്. മാനസയുടെ തനി സ്വഭാവവും സുജാതയ്ക്ക് മനസ്സിലായല്ലോ എന്ന സന്തോഷവും അവർക്കുണ്ട്. മാനസ എന്ന പടക്കം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്ന ചിന്ത കൺമണിയെപ്പോലെ തന്നെ കൃഷ്ണനും ഉണ്ട്. മാനസ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ കൺമണി ജാഗ്രതയിലാണ്. വരുണിനെ ഗോകുൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടു കിട്ടുന്നില്ല. മാനസയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല കോൺഫിഡൻസിലാണ്. പക്ഷേ എന്ത് തന്നെയായാലും കൺമണി അവരെയൊക്കെ അവസാനം പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊന്നൊന്നര പൊളിച്ചെടുക്കലായിരിക്കും. ഇത്രയും നാൾ മാനസ ചെയ്തു കൂട്ടിയതിനൊക്കെ ചേർത്തായിരിക്കും കൺമണി അവൾക്കിട്ട് താങ്ങാനായിട്ട് പോകുന്നത്. കൺമണിയുടെ സത്യസന്ധതയും നിഷ്കളങ്കതയും മനസ്സിലാക്കിയ സുജാത അവളെ ഇപ്പോൾ സ്വന്തം മകളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് തനിക്ക് നേരത്തെ ആകാമായിരുന്നല്ലോ. താൻ ഇവർ പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല. അതിലിപ്പോൾ തനിക്ക് നല്ല പശ്ചാത്താപമുണ്ട്. ഇനി അവൾ തനിക്ക് മരുമകളായിരിക്കില്ല, മകൾ തന്നെയായിരിക്കും. തൻ്റെ മകന് ചേരുന്ന ആളെ തന്നെയാണ് കൃഷി കണ്ടെത്തിയിരിക്കുന്നത്. ആ മനസ്സായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇനി സ്ഥിതി? തൻ്റെ മകൻ കഷ്ടപ്പെട്ടു പോയനെ. ബലരാമിന് വേണ്ടിയും താൻ അവളെ ആലോചിച്ചു. താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്. ഇനി ഒരിക്കലും മാനസ ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല. എന്തായാലും മാനസയെ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ ഒരു കറുത്ത അധ്യായങ്ങളായിരുന്നു. ഇനി ഒരിക്കലും തെറ്റായൊരു ചിന്തയൊന്നും തൻ്റെ മനസ്സിലുണ്ടാകില്ല. ഇനി ആൻറ്റിയമ്മയും കൂടി മനസ്സ് മാറി കൺമണിയെ അംഗീകരിക്കണം. അതെന്തായാലും വൈകാതെ തന്നെ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സുജാത. അങ്ങനെ കൃപയും ബലരാമനും കൂടി കൺമണിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. കൃപ സ്റ്റേജിൽ വെച്ച് വെറും ആദരിക്കൽ മാത്രമല്ല മറ്റു ചില വിഷയം കൂടി ഒന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോകുൽ സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ട്. സാഗറും സുജാതയും കൂടി കൈയടിക്കുന്നുണ്ട്. മാനസ അസൂയുമുത്ത് ആൻറ്റിയമ്മയോട് അടയാൻ പോകുന്ന ദീപം ആളിക്കത്തും, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണനെയും കൃപ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് തുടങ്ങാം ഏട്ടാന്നൊക്കെ പറയുമ്പോൾ കൃഷ് ആകെ ത്രില്ലടിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് കൺമണിയെ ആദരിക്കുന്നുണ്ട്. ഒരു റോസാപ്പൂവ് കാണിച്ച് മുട്ടുകുത്തിയിരുന്ന് കൃഷ് കൺമണിയോട് വിൽ യു മാരി മീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ചോദിച്ച് പ്രപ്പോസ് ചെയ്യുന്നു. അതിനിടയിൽ അനിരുദ്ധ വരുണിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വരാൻ സമയമായോ എന്നൊക്കെ. ആ സമയം എല്ലാവരും ഒക്കെ പുറപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വരുൺ. ആഘോഷം കഴിയാറായപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് കൃഷ്ണനെ മനസ്സ് കെട്ടിപ്പിടിക്കുന്നു. ആ സമയം അവളുടെ കയ്യിലുള്ള മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് കൃഷ്ണൻ്റെ പോക്കറ്റിൽ അവൾ ഇടുന്നുണ്ട്. കൺമണി അമ്മായിയോടും ഗോകുലിനോടുമായിട്ട് നമ്മൾ സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാനസ കൃഷ്ണനടുത്ത് പോകുന്നതിന് മുൻപ് വരുൺ മാനസ മാത്രം കാണാൻ പാകത്തിന് വിരലുകൊണ്ട് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട്. സാഗറാണെങ്കിൽ സ്റ്റേജിൽ വെച്ച് കൺമണി ഇനി അലിഗയിലെ ചീഫ് ഡിസൈനർ മാത്രമല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കൺമണിയുടെ ജീവിതം കടന്നു പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.